2 പ്രതികളാണ് ഈ കേസിനകത്തുള്ളത്. കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ശാന്ത എന്ന് പറയുന്നൊരു സ്ത്രീ. അവർ ഈ വീട്ടിലെ പാചകക്കാരിയായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് വീട്ടിൽ എം.ടി. സാറിൻ്റെ വീട്ടിൽ പാചകം ചെയ്ത് വരുന്നയാളാണ്. അവരുടെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ്. ഒപ്പം തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രകാശൻ എന്ന് പറയുന്നയാൾ. പ്രകാശനാണ് ഈ മോഷണ മുതലുകൾ നഗരത്തിലെ തന്നെ 3 കടകളിലായിട്ട് വിറ്റ് പണമാക്കാൻ ഈ സ്ത്രീയെ സഹായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതിയാണ് കൂടുതൽ വസ്തുക്കൾ മോഷണം പോയി എന്നുള്ള സംശയം വീട്ടുകാർക്ക് തോന്നുന്നത്. അതിനുശേഷം ഇവർ ഇതിൻ്റെ സേഫ് പൂട്ടിയിട്ട് താക്കോൽ പ്രത്യേകമായിട്ട് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ 29-ാം തീയതി വീണ്ടും സേഫ് തുറന്നു നോക്കിയ സമയത്ത് ആഭരണങ്ങൾ മോഷണം പോയതായിട്ട് കാണപ്പെട്ടു. അതോടുകൂടിയാണ് വീട്ടിൽ മോഷണം നടക്കുന്നു എന്നുള്ളത്. നേരത്തെ ഈ ആഭരണങ്ങളെല്ലാം തന്നെ മിസ്പ്ലേസ് ചെയ്തതാകാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 29-ാം തീയതിയാണ് കൃത്യമായിട്ട് അവർ ഓരോ ആഭരണങ്ങളും അതിൻ്റെ ഡിസൈനും മറ്റും നോക്കിയിട്ട് വെരിഫൈ ചെയ്തത്. അപ്പോഴാണ് ഇത്രയധികം ആഭരണങ്ങൾ 26 പവൻ വരുന്ന നെക്ലേസ് ഉൾപ്പെടെയുള്ള രത്നമാലകൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കാണാതായിട്ട് ശ്രദ്ധയപ്പെടുന്നു. പ്രതികളിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശമുണ്ടായിരുന്നു. പ്ലാനിങ് ഈ പ്രത്യേകമായ സ്ക്വാഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ 3 ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുകയും ഈ 3 ഗ്രൂപ്പുകൾ ഒരേ സമയം തന്നെ 3-4 ജില്ലകളിൽ പോയിട്ട് നേരത്തെ ഈ വീടുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്ന ബന്ധുക്കൾ, അതുപോലെ തന്നെ അവിടെ ജോലിക്കാരായിട്ട് വന്നിട്ടുള്ള ആളുകൾ, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചിട്ട് ആളുകൾ തുടങ്ങിയ ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അവരെ ഒരേ സമയത്ത് തന്നെ പല സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് വിവിധ ജില്ലകളിൽ വെരിഫൈ ചെയ്തതിന് ശേഷം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനാലിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രതികളിലേക്ക് റോൾ ഔട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഈ ഗ്രൂപ്പിലേക്ക് എത്തിച്ചത്. പോലീസ് ആദ്യ അന്വേഷണം നടത്തുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ജോലിക്ക് വന്നിരുന്നു. അപ്പോൾ അവരെ നമ്മൾ അന്ന് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇവരുടെ പെരുമാറ്റത്തിലും ഇവരുടെ ബോഡി ലാംഗ്വേജിലും കണ്ട വ്യത്യാസം പോലീസിന് സംശയങ്ങളുണ്ടാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രത്യേകമായിട്ട് വെരിഫൈ ചെയ്തപ്പോഴാണ് ഓഫൻസിൻ്റെ ഇവർ ഇത് കൊടുത്തിട്ടുള്ള കടകളെക്കുറിച്ചും മറ്റുമൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടി വരുന്നത്. ഇതൊരു ഓവർ പീരീഡ്, അതായത് ഒരു അറൗണ്ട് 4 ഇയേഴ്സ് വരുന്ന ഒരു പീരീഡിലാണ് ഈ മോഷണങ്ങൾ നടക്കുന്നത്. അതായത് ഈ വീട്ടിൽ പ്രായമായിട്ടുള്ള എം.ടി. സാറും അദ്ദേഹത്തിൻ്റെ പ്രായമായിട്ടുള്ള വൈഫും ആണ് ഉള്ളത്. പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം തന്നെ ഒരു റിങ്ങാണ് അവരവിടെ നിന്ന് എടുത്തിരുന്നത്. പിന്നീട് അത് വീട്ടുകാരത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് അത് വീണ്ടും ഒരു റിങ്ങിലേക്ക് പോയി, പിന്നീട് ഒരു വള, ആ രീതിയിൽ പോവുകയും അപ്പോൾ വീട്ടുകാരെ മിസ്പ്ലേസ് ചെയ്തതാകാം എന്നുള്ളത് കൊണ്ട് ഓർമ്മക്കുറവുണ്ടോ മറ്റോ പറ്റിയതാകാം എന്നുള്ള ധാരണയിൽ അവർ അത്ര കണ്ട് ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ സെപ്റ്റംബറിലാണ് വലിയ ആഭരണങ്ങൾ കാണുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതും ഇത്രയധികം ആഭരണങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഇവരവിടെ പാചക ജോലിയിലാണ് വന്നതെങ്കിൽ പോലും അവർക്ക് ഈ പ്രായമായിട്ടുള്ള കലാമണ്ഡലം സരസ്വതി ടീച്ചർ, അവർ മുകളിലത്തെ നിലയിലാണ് അവരുടെ ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇവരുടെ വസ്ത്രങ്ങളും മറ്റും വൃത്തിയായിട്ട് എടുത്തു വെക്കാനും മറ്റും ചില സമയങ്ങളിൽ ഇവരുടെ സഹായം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുകൾ നിലയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അലസമായിട്ടിരിക്കുന്ന താക്കോല് കണ്ടിട്ട് അവർ ആദ്യഘട്ടത്തിൽ ഈ റിങ് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അത് കുറ്റസമ്മത മൊഴി ലഭിച്ചിട്ടുള്ളത്. പിന്നീട് അത് പറഞ്ഞോളൂ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എം.ടി. സാറിനെ പോലുള്ള ഒരു പ്രമുഖനായ ഒരു സാഹിത്യകാരൻ്റെ വീട്ടിൽ ഈ മോഷണം നടക്കുന്ന സമയത്ത് നമ്മുടെ പോലീസിൻ്റെ ഒരു രീതിയിലുള്ള അന്വേഷണം അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിർദ്ദേശം തന്നിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇൻട്രോഗേഷനും അന്വേഷണ എൻക്വയറി ടെക്നിക്കുകളുമാണ് പോലീസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്.